ഇടങ്ങളിൽ പോയി അനേകരോട് സുവിശേഷം അറിയിച്ച് അനേക ചെറുപ്പക്കാരെ സഹോദരന്മാരെ അനേകരെ നേടുവാൻ സ്തോത്രം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെയും ഞങ്ങൾ ജീവിതമാകുന്ന മഴയുടെയും മറ്റു അസ്വസ്ഥത ഉള്ളപ്പോഴും അതിനെയൊക്കെ തൃണവൽക്കരിച്ച് സ്തോത്രം ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ജോലിയോ ഒന്നുമില്ലാത്തവർ ആരും തന്നെയല്ല. ഇവിടെ എല്ലാവർക്കും നല്ല ഗവൺമെൻറ് ജോലികളും അതുപോലെ പ്രൈവറ്റ് സംബന്ധമാകുന്ന ജോലികളും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇന്ന് അതിനുള്ളൊരു വലിയ എന്താണ് പറയുന്നത് ഒരു അവസരം ഹല്ലേലൂയ സ്തോത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെ ഹല്ലേലൂയ സ്തോത്രം ആ അവസരം ഞങ്ങൾ ഹല്ലേലൂയ ദേശത്തിന് ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തക്കണം. ഞങ്ങൾ ഹല്ലേലൂയ ഇന്ന് സുവാദം മുതൽ അതിനകത്ത് ഹല്ലേലൂയ 8:30 കൂടി അതിനകത്ത് നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ അനേക ഇടങ്ങളിൽ ഏതാണ്ട് 9-10 ഇടങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഈ സുവിശേഷ യാത്ര ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഈ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെ നടത്തി വരികയാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്ത്യ 78ാമത്തെ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളും അതിൽ പങ്കുചേരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി അതിൽ പാർക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടോ എന്നുകൂടി സ്വയം ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് സ്തോത്രം. കാരണം വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആളുകളിൽ ഇന്ത്യയെ ഹല്ലേലൂയ അടിച്ചമർത്തിക്കൊണ്ട് ഭരിച്ചിരുന്ന വലിയ വൻശക്തികളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടവും അതുപോലെ വെള്ളക്കാരെന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ വലിയ ഭരണകൂടം ഇന്ത്യയെ അടിച്ചമർത്തി ഇന്ത്യയുടെ നന്മകളെല്ലാം കൊണ്ടുപോയി നമ്മെ ഹല്ലേലൂയ സ്തോത്രം അവർ വെച്ച് വാഴിച്ച് കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നാണ് നമുക്കൊരു വലിയ വിടുതൽ ഹല്ലേലൂയ സ്തോത്രം 1947 ഹല്ലേലൂയ സ്തോത്രം ആഗസ്റ്റ് 15 കൂടി ഹല്ലേലൂയ അനേക നേതാക്കന്മാരുടെ അനേക സമരങ്ങളുടെ ഒക്കെ പ്രതിഫലമായിട്ട് നമുക്കിങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായത്. അതാണ് നമ്മൾ ഓരോ വർഷവും നമ്മളത് പുതുക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ അന്ന് ഇന്ത്യയുടെ നന്മകളും കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ ഇന്ത്യക്കാരെ അടിച്ചമർത്തിയ ഒരു വൻശക്തി ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇന്ന് മനുഷ്യനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൻശക്തി എന്ന് പറയുന്ന പാപം എന്നത് സ്തോത്രം. ഈ പാപമാണ് മനുഷ്യനെ അടിച്ചമർത്തി മനുഷ്യൻ്റെ നന്മകളെ തകർത്ത് മനുഷ്യനെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒരു കാരണവശാലും അവന് തലയുയർത്തുവാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ നന്മകളെ തകർക്കുന്ന ഒരു ശക്തിയാണ് പാപം എന്നത്. അത് എല്ലാ മതങ്ങളും അത് അംഗീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അനേക മതങ്ങളും അതിനെ അംഗീകരിക്കുക മാത്രമല്ല അതിനൊരു പ്രതിവിധി എന്താണെന്ന് ഓർത്തുകൊണ്ട് അവരും പലവിധമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ എത്ര പേർക്ക് പൂർണ്ണമായി ഒരു പാവത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ സ്വയം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുതരിക. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന നസറേയനാകുന്ന യേശുക്രിസ്തു പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. പാപത്തിൽ നിന്ന് വിടുതല്, രോഗത്തിൽ നിന്ന് വിടുതല്, ഏത് നിലയിലും ഹല്ലേലൂയ സ്തോത്രം അടിച്ചമർത്തിയിരിക്കുന്ന മാനവായ രാജ്യയെ അവരെ നേടുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വർഷങ്ങളായി ഏതാണ്ട് 2024 വർഷമായി ഇത് വിളിച്ചറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സ്തോത്രം. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാടുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യേശുവിനെ പൂർണ്ണമായും വിശ്വസിക്കാത്തവർ വിശ്വസിക്കുക എന്നുള്ളതാണ് സ്തോത്രം. അതാണ് ഹല്ലേലൂയ ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ ഒരു കാലത്ത് പാപത്തിന് അടിമപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിലെ വഴികളെന്തെന്നറിയാതെ ഹല്ലേലൂയ അലഞ്ഞവരാണ്. എന്നാൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു പുതുവഴി കാണിച്ചു തന്നത്, ഞങ്ങൾക്കൊരു സമാധാനം തന്നത്, ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ഹല്ലേലൂയ സ്തോത്രം ഒരു പോയിന്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ഈ ദേശനിവാസികളെ ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ ഏതെല്ലാം നിലയിൽ ഭാരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർ ഹല്ലേലൂയ ഈ യേശു ഞങ്ങൾ അറിയിക്കുന്ന ഈ യേശുവിനെ പൂർണ്ണമായും വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവവിലായി തീർന്നാൽ ഹല്ലേലൂയ ഈ കർത്താവിന്റെ രക്ഷയിൽ ഈ കർത്താവിന്റെ സന്തോഷത്തിൽ നിങ്ങൾക്കും ഹല്ലേലൂയ പങ്കാളിയായി
തീരുവാൻ കഴിയുമെന്നുള്ള ആ സന്ദേശം അറിയിച്ചുകൊണ്ട് ഹാലേലിയ ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ഹാലേലിയ പിന്നെയും ഒരു അവസരം കൂടി ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലേലിയ പ്രതിസന്ധിയൊക്കെ ഞാൻ ഹാലേലിയ ഞങ്ങൾക്ക് ഹാലേലിയ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ഇതിനൊക്കെ ഹാലേലിയ അവഗണിച്ചുകൊണ്ട് ഹാലേലിയ ഈ സന്ദേശയാത്ര ഞങ്ങൾ ഹാലേലിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണം ഹാലേലിയ ഒരു വ്യക്തിയെങ്കിലും ഹാലേലിയ ഈ സന്ദേശം കേട്ട് ഹാലേലിയ രക്ഷയിലേക്ക് വരുന്നു എങ്കിൽ ഒരു ഹാലേലിയ അവരുടെ പാവമാകുന്ന ജീവിതം അല്ലെങ്കിൽ അവർ ഹാലേലിയ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ അടിമയിൽ നിന്ന് അവർ ഹാലേലിയ ഒരു ഹാലേലിയ അവർക്കൊരു പിൻപോക്ക് വഴി അല്ലെങ്കിൽ അവർക്ക് ഹാലേലിയ ഒന്ന് അതിൽ നിന്ന് അവർക്കൊന്ന് രക്ഷ നേടുവാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. സ്വർഗവും അത് സന്തോഷിക്കുന്നു എന്ന് ഞങ്ങൾ വചനത്തിലൂടെ അറിയുന്നു. അതുകൊണ്ട് ഹാലേലിയ ഈ ദേശനിവാസിയോട് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് സ്തോത്രം. ആരെങ്കിലും ഹാലേലിയ യേശുവിനെ അറിയാത്ത ഈ സമാധാനം അറിയാത്ത സന്തോഷം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ അറിയുക എന്നുള്ള സന്ദേശം ഒരു പ്രാവശ്യം കൂടി ഹാലേലിയ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അവസരം ഒരുക്കിയ ദൈവം ഹാലേലിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളുടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പാടാകട്ടെ.